ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താമസം മാറുന്ന വീട്ടില് പാല് കാച്ചി കർമ്മം നടത്തി താമസം തുടങ്ങണമെന്നുണ്ട്. അമ്മയച്ഛനും കൂടി വന്നിട്ട് പാല് കാച്ചണം. എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത് നിന്റെ ഭാര്യയുടെ അമ്മയാണല്ലോ, ശാരദ. അവരോട് വന്ന് പാല് കാച്ചി തരാൻ പറഞ്ഞാ മതി. അമ്മ അതേ നടക്കൂ. അങ്ങനെ തന്നെ അങ്ങ് ചെയ്താ മതി. അച്ഛ പാല് കാച്ചി തരണം. പക്ഷെ അമ്മ എടാ മോനെ, ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഒരു കവർ പാൽ അങ്ങോട്ട് മേടിക്കണം. എന്നിട്ടേ നീയും നിന്റെ ഭാര്യയും മക്കളും കൂടെ ആ പാൽ അങ്ങ് കാച്ചണം. എടാ, ഒരാളെയും വിളിക്കില്ല. നിങ്ങളുടെ സന്തോഷമാ ആ വീട്ടിൽ വേണ്ടുന്നതേ. പിന്നെ അനുഗ്രഹം അതിപ്പോ വന്നു തരണം നിർബന്ധമൊന്നുമില്ല. യോഗം ഉണ്ടെങ്കിലേ അതെവിടെ നിന്നാലും കിട്ടും. നിങ്ങളുടെ ഈ ഉപദേശം ഇവൻ ഇങ്ങനെ പാറ പറന്നലാക്കിയത്. ഇതുവരെ ഇവൻ ലക്ഷ്യബോധമില്ലാതെ നീ ഇപ്പൊ ഈ പറഞ്ഞ പാറാപ്പന്തലോടെ നടക്കുമായിരുന്നല്ലോ. ഇപ്പോഴാ അവൻ അവന്റെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടി പോകുന്നതേ. അനുഗ്രഹിക്കണം ഭാമേ. മക്കളെ നല്ല രീതിയിൽ ജീവിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന അമ്മമാരെ ഇങ്ങനെ കടുംപിടുത്തൊന്നും പിടിക്കത്തില്ല. എന്റെ തീരുമാനം ഞാൻ ആലോചിച്ചെടുത്തോളാം. ആ തീരുമാനങ്ങൾക്ക് മാറ്റം വരണമെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കണം. മക്കളെ, നീയേ ഞാൻ പറഞ്ഞ പോലെ തീരുമാനം എടുക്ക്. അവളെ തീരുമാനം ഇട്ടിരിക്കട്ടെ. ഭാമേ, ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ സുഖവും സന്തോഷവും പിന്നെ ഇതുപോലുള്ള അസുലഭ നിമിഷങ്ങളും ആസ്വദിച്ച് മുന്നേറുന്നതാ ഒരു മനുഷ്യൻ അവനവനോട് ചെയ്യുന്ന ഏറ്റവും വലുതും നല്ലതുമായ സൽപ്രവൃത്തിയെ. അതിനൊന്നൊരു അവസരം കൊടുക്കാതെ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് വാശി കാണിച്ച് നീ തകർക്കുന്നതേ നിന്റെ ജീവിതം മാത്രമല്ല, നിന്നെ ആശ്രയിച്ച് കഴിയുന്ന ജീവിതം കൂടിയാ. ഇടയ്ക്കെങ്കിലുമൊക്കെ ഇതൊക്കെ നോർത്താൻ നല്ലതാ. മക്കളെ, നീ ചെല്ലടാ. ചെന്നേ അച്ഛൻ പറഞ്ഞോളെ ചെയ്. പോ. ഞാനിപ്പോ പോവച്ചാ. വിഷ്ണു, നിൽക്ക്. വണ്ടി എടുക്കാൻ വരട്ടെ. സത്യ ആരുടെ മോളാ? ഇവിടെ ചോദിച്ചു കേട്ടില്ലേ സത്യ ആരുടെ മോളാണെന്ന്? ശാലിനിയുടെ. അപ്പോ സത്യയുടെ അച്ഛനാരാ? എന്റെ ഭാര്യയാണല്ലോ ശാലിനി. അപ്പൊ സത്യ എന്റെ മോളായിരിക്കുമല്ലോ.